ഇന്നിപ്പോൾ ഈദായിട്ട് ഞാൻ കറണ്ടിലുള്ളത് നമ്മുടെ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിൻ്റെ 9th ബേസിലാണ്. ഇന്നിപ്പോൾ ഈദിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈദിൻ്റെ ഫംഗ്ഷന് വേണ്ടി പിള്ളേരൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഞാനും ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ഈദിന് എന്തൊക്കെ വിഭവങ്ങളാണ് ഉള്ളതെന്നും പിന്നെ പിള്ളേരുടെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിന് ടോട്ടലായിട്ട് 4 ക്യാമ്പസസ് ആണുള്ളത്. അതിലിതിപ്പോൾ 9th ബേസ് എന്ന് പറയുന്ന ക്യാമ്പസാണ്. ഇന്നത്തെ ഫംഗ്ഷൻ നടക്കുന്നത് 9th ബേസിലുള്ള ക്യാൻറ്റീനിൽ വെച്ചിട്ടാണ്. ഇത് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ക്യാൻറ്റീനാണ് 9th ബേസിലുള്ള. ഫെസിലിറ്റിയുടെ കാര്യത്തിൽ വളരെ നല്ല ഫെസിലിറ്റിയുള്ള ഒരു കോളേജാണ്. നോർമലി നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ. ഞാൻ കുറച്ച് നേരത്തെ പോന്നു. നമ്മുടെ സ്റ്റുഡൻസൊക്കെ എത്തുന്നേ ഉള്ളൂ ഹോസ്റ്റലിൽ നിന്ന്. ഇവിടെ എന്നെ കൂടാണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള രോഹിത് സാർ ഉണ്ട്, ബാക്കി ഇന്ത്യൻ ഫാക്കൽറ്റീസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്ന തിരക്കിലാണ് ഓരോരുത്തരും. രോഹിത് സാർ നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള. ഇതാണ് നമ്മുടെ രോഹിത് സാർ. സാറിൻ്റെ സ്ഥലം കാസർഗോഡാണ്. സാർ ഇവിടുത്തെ അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. നമുക്ക് എന്തായാലും കിച്ചണിലൊന്ന് പോയി നോക്കാം. കിച്ചണിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം സ്റ്റുഡൻസിന് വേണ്ടി. കിച്ചണിനകത്ത് നമ്മുടെ ഫാക്കൽറ്റീസിൽ അത്യാവശ്യം എല്ലാവരും ഉണ്ട്. അപ്പോൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള പായസമാണ് ഇവിടെ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ബാക്കി ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരുന്നത് മെസ്സാണ്. മെസ്സ് ഇരിക്കുന്നത് മെയിൻ ഹോസ്റ്റലിലാണ്. അവിടെ നിന്നാണ് ബാക്കി ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുവരുന്നത്. ഇനി സ്റ്റുഡൻസ് വരണം. സ്റ്റുഡൻസ് വന്നു കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ബാക്കി ഫങ്ഷൻസും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫർഗാനയിലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വിങ് ഇവിടെയുള്ള എല്ലാ ഫങ്ഷൻസും ആഘോഷിക്കാനായിട്ട് വളരെ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നമ്മളിവിടെ വന്നതിന് ശേഷം ക്രിസ്മസ് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു, വിഷു, ഹോളി, അങ്ങനെയുള്ള എല്ലാ ആഘോഷങ്ങളും നമ്മളിവിടെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഈദിന് എനിക്കിവിടെ എത്താൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ കറണ്ടിൽ ഇത് 4ാമത്തെ വർഷമാണ് ഈ അക്കാഡമിക് ഇയറിൽ ഇവിടെ വരുന്നത്. നമ്മുടെ സെപ്റ്റംബർ ഇൻടേക്ക് സ്റ്റുഡൻസ് 2 ബാച്ചായിട്ടാണ് വന്നത്. ആ 2 ബാച്ച് സ്റ്റുഡൻസിനോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നത് മാർച്ച് ഇൻടേക്ക് സ്റ്റുഡൻസിനോടൊപ്പമാണ്. അതിന് ശേഷം പിന്നെ വീണ്ടും ഈദിൻ്റെ സമയത്ത് എത്താനായിട്ട് പറ്റി. ഈ ഒരു ക്യാൻറ്റീൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഒരു മൾട്ടി കസിൻ റെസ്റ്റോറൻറ്റ് പോലെ തന്നെയുണ്ട്. എല്ലാ ഫെസിലിറ്റിയും ഉള്ളൊരു ക്യാൻറ്റീനാണ്. ഈ വർഷം നമ്മുടെ ഗേൾസിൻ്റെ ഹോസ്റ്റൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാമ്പസിലോട്ടാണ് വരുന്നത്. 9th ബേസിലാണ് വരുന്നത്. ഹോസ്റ്റൽ ഈ ഒരു ക്യാൻറ്റീൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ജസ്റ്റ് ഒരു 50 മീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. സെയിം ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. നമ്മുടെ കുറച്ച് സ്റ്റുഡൻസൊക്കെ എത്തി, ബാക്കി സ്റ്റുഡൻസൊക്കെ എത്തുന്നതേ ഉള്ളൂ. അതിനിടയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫർഗാനയുടെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് ഉസ്ബെക്കിസ്ഥാനിലുള്ള ഒരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ്. ഉസ്ബെക്കിസ്ഥാനിൽ മെയിൻലി ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികൾ മാത്രമുള്ളൊരു കൺട്രിയാണ്. വളരെ നല്ല കൺട്രിയാണ് കേട്ടോ. വേൾഡ് പീസ് മെട്രിക്സിൽ 40ാം സ്ഥാനമുള്ള ഒരു രാജ്യമാണ്. സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും നല്ല സമാധാനപൂർണ്ണമായ രാജ്യങ്ങൾ എന്ന പട്ടികയിൽ ഉൾപ്പെട്ട ഒരു രാജ്യം കൂടെയാണ് ഉസ്ബെക്കിസ്ഥാൻ. ഉസ്ബെക്കിസ്ഥാനിലെ മെഡിക്കൽ പഠനം വളരെ ക്വാളിറ്റി ഉള്ള ഒരു മെത്തേഡിലാണുള്ളത്. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ വളരെ നല്ല രീതിയിലുള്ള ഒരു കൺട്രിയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ വളരെ നല്ല പോപ്പുലേഷൻ ഉണ്ട്. നമ്മുടെ കേരളമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം കേരളത്തിൻ്റെ അതേ പോപ്പുലേഷനുള്ള ഒരു സ്ഥലമാണ് ഉസ്ബെക്കിസ്ഥാൻ. ഏകദേശം 3.5 കോടിയാണ് ഇവിടുത്തെ പോപ്പുലേഷൻ വരുന്നത്. ടോട്ടലായിട്ട് നമുക്ക് ഗവൺമെൻറ് സെക്ടറിലുള്ളത് 17 മെഡിക്കൽ കോളേജുകളാണ്. അതുകൊണ്ട് തന്നെ പേഷ്യൻസ് എന്ന് പറയുന്നൊരു സംവിധാനം ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഒരിക്കലും ഒരു പ്രോബ്ലമായിട്ട് ഫേസ് ചെയ്യാനേ പോകുന്നില്ല. അതുപോലെ നല്ല പേഷ്യൻസ് ലഭിക്കുന്ന ഹോസ്പിറ്റൽസാണുള്ളത്. ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന കോളേജ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഫർഗാന എന്ന് പറയുന്ന സിറ്റിയാണ്. ഫർഗാന എന്ന് പറയുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ ഒരു 2nd ലാർജസ്റ്റ് സിറ്റിയാണ്. ഗൾഫ് മേഖലയിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാനിലോട്ട് നേരിട്ട് ഫ്ലൈറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് കൂടെയുള്ള ഒരു സിറ്റിയാണ്. പിന്നെ നമ്മുടെ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ കോളേജിലോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5 കിലോമീറ്ററിനുള്ളിൽ മാത്രമുള്ള ദൂരമാണ് എയർപോർട്ടിൽ നിന്ന് കോളേജിലോട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് റീച്ചബിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു കോളേജിനെ സംബന്ധിച്ചിട്ട് ഒരിക്കലും ഒരു പ്രോബ്ലമായിട്ട് വരുന്നതേ ഇല്ല. നമ്മൾ കേരളത്തിൽ നിന്ന് പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ദുബായ് വഴി ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. ദുബായിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് അവൈലബിൾ ആണ്. ഏകദേശം 3.5 മണിക്കൂർ മാത്രമാണ് ട്രാവൽ ഉള്ളത്. എയർപോർട്ടിൽ നിന്ന് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്ത് കോളേജിൽ എത്താനായിട്ടും സാധിക്കും. സോ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട്സിൽ ഈ ഒരു കോളേജ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോളേജാണ്. ദെൻ ദ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാനിലുള്ളതിൽ ഇൻ്റർനാഷണൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻ്റർനാഷണൽ ഫാക്കൽറ്റീസിനെ അലോ ചെയ്യുന്ന ഒരു കോളേജാണ് ഫർഗാന. ഇവിടെ നമുക്ക് ഇന്ത്യൻ ഫാക്കൽറ്റീസ് അവൈലബിൾ ആണ്. മെയിൻലി നമുക്ക് എന്തുണ്ട്, ഇവിടെ കേരളത്തിൽ നിന്നൊരു അധ്യാപകനുണ്ട്. ഇവിടുത്തെ അനാട്ടമി പ്രൊഫസർ എന്ന് പറയുന്നത് മലയാളിയാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥലം വരുന്നത് കാസർഗോഡാണ്. അത് കൂടാണ്ട് 9ഓളം ഇന്ത്യൻ ഫാക്കൽറ്റീസ് അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യൻ ഫാക്കൽറ്റീസ് എല്ലാവരും ഇവരുടെ മെയിനായിട്ടുള്ള സബ്ജക്ട്സ് ക്ലിനിക്കലും നോൺ ക്ലിനിക്കലുമായിട്ടുള്ള മെയിനായിട്ടുള്ള സബ്ജക്ട്സ് ഒക്കെ പഠിപ്പിക്കാനായിട്ട് ഇന്ത്യൻ ഫാക്കൽറ്റിയാണുള്ളത്.
അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന ഒരു ഫീലിംഗ് തന്നെയായിരിക്കും ഇവിടെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ടാവുന്നത്. നോർമലി നമുക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ പോകുമ്പോൾ, ഇംഗ്ലീഷ് അധികം സംസാരിക്കാത്ത രാജ്യങ്ങളിൽ പോകുമ്പോൾ എല്ലാ സ്റ്റുഡൻസും ഫേസ് ചെയ്യുന്നൊരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ലാംഗ്വേജുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. സോ ഫർഗാനയെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യാനേ പോകുന്നില്ല. കാര്യം ഇന്ത്യൻ ഫാക്കൽറ്റീസ് ആയതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. ഇന്ത്യൻസ് അല്ലാണ്ട് തന്നെ വേറെ പല രാജ്യങ്ങളിലും നിന്നുള്ള ഇൻ്റർനാഷണൽ ഫാക്കൽറ്റീസ് അവൈലബിൾ ആണ്. സോ സ്റ്റുഡൻസിന് ഫാക്കൽറ്റി എന്ന് പറയുന്നൊരു സൈഡിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഫർഗാനയിൽ കിട്ടുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഉസ്ബെക്കിസ്ഥാനിലുള്ള എല്ലാ കോളേജുകളും എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇയർ അഡ്മിഷനിൽ ഏറ്റവും കൂടുതൽ മലയാളി വിദ്യാർത്ഥികളുള്ള ഒരു കോളേജാണ് ഫർഗാന. നമ്മൾ കേരളത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം നമുക്ക് അറൗണ്ട് 100ഓളം സ്റ്റുഡൻസ് ആണ് ടോട്ടലായിട്ട് 2 ഇൻടേക്കും ചേർത്തിട്ട് ഇവിടെ ഉള്ളത്. നമുക്കിവിടെ ടോട്ടലായിട്ട് 2 ഇൻടേക്സ് ആണുള്ളത്. സെപ്റ്റംബർ ഇൻടേക്കും മാർച്ച് ഇൻടേക്കും വരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത അഡ്മിഷൻ നടക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇനി 2023 സെപ്റ്റംബർ ഇൻടേക്കിലാണ് ഇപ്പോൾ അഡ്മിഷൻ നടക്കാനായിട്ട് പോകുന്നത്. 2023 സെപ്റ്റംബർ ഇൻടേക്കിലും ഏകദേശം 100 മേലുള്ള ആപ്ലിക്കേഷൻസ് ഓൾറെഡി എന്തായിട്ടുണ്ട്, നമുക്ക് ഫർഗാനയിൽ വന്നിട്ടുണ്ട്. ടോട്ടലായിട്ട് ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത് 100 സീറ്റ്സ് ആണ്. ഇവിടെ ടോട്ടലായിട്ട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനുള്ളത് 350 സീറ്റ്സ് ആണ്. ഓക്കെ, സോ ഫർഗാന എന്ന് പറയുന്നൊരു കോളേജ് വിദേശത്ത് MBBS പഠിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാണ്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഫർഗാന. പിന്നെ അടുത്തുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ പലർക്കും നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്ന നെസ്റ്റ് റെഗുലേഷനും അതോടൊപ്പം തന്നെ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് റെഗുലേഷനെയും കുറിച്ച് ഐഡിയ ഉണ്ടാകും എന്നതാണ് എൻ്റെ വിശ്വാസം. നമുക്ക് 2021 നവംബർ മാസം 18-ാം തീയതി ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ലൈസൻസിങ് റെഗുലേഷൻ എന്ന് പറയുന്ന ഒരു റെഗുലേഷൻ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റെഗുലേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. നമ്മൾ എവിടെയാണോ പഠിക്കുന്നത് ആ രാജ്യത്തിൻ്റെ ലൈസൻസ് നമുക്ക് ലഭിക്കണമെന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ കോഴ്സ് ഓഫ് സ്റ്റഡി ഇംഗ്ലീഷിലായിരിക്കണം, അതിൽ പറഞ്ഞിരിക്കുന്ന മെയിനായിട്ടുള്ള സബ്ജക്ട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കറൻ്റ്ലി നമുക്ക് എന്താണ്, ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കോളേജ് സ്റ്റുഡൻസ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ വേറെ എക്സാമിനേഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ എന്ത് കൊടുക്കുന്നുണ്ട്, ലൈസൻസ് കൊടുക്കുന്നുണ്ട് എന്ന് കൺഫേം ചെയ്തിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, NMC ഗസറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഫർഗാനയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഫർഗാനയിൽ നിന്നല്ല, ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന ഒരു എൻ്റയർ കൺട്രിയിൽ പഠിക്കുന്ന ആരും തന്നെ ഈ പറയുന്ന NMC ഗസറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യം വരുന്നില്ല. ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇന്ത്യൻ എംബസി തന്നെ കൺഫേം ചെയ്തതാണ്. നമ്മൾ 6 ഇയേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഇവിടുന്ന് ലൈസൻസ് കിട്ടുമെന്നുള്ളൊരു കാര്യം ഇന്ത്യൻ എംബസി തന്നെ കൺഫേം ചെയ്തിട്ടുള്ള കാര്യവുമാണ്. സോ NMC ഗസറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് ഉസ്ബെക്കിലുള്ള എല്ലാ കോളേജുകളും പെർഫെക്റ്റ് ആണ്. പിന്നെ നെസ്റ്റ് റെഗുലേഷനുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിലും ഇപ്പോൾ നെസ്റ്റ് നമുക്ക് റെഗുലേഷൻ്റെ ഡ്യൂറേഷൻ പറഞ്ഞേക്കുന്നത് 10 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ്. നമുക്ക് ഇവിടുത്തെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 6 ഇയേഴ്സ് ആണ്. സോ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നാട്ടിൽ പോയി നെസ്റ്റ് എഴുതി ക്വാളിഫൈഡ് ആവാനായിട്ട് നമുക്ക് എന്താണ് ആവശ്യത്തിനുള്ള സമയം അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നെസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഫർഗാനയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട കാര്യം വരുന്നില്ല. പിന്നെ നമുക്ക് ഫർഗാനയെക്കുറിച്ച് പിന്നെ പറയാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ക്ലിനിക്കൽ ഫെസിലിറ്റിയാണ്. ഇവർക്ക് ടോട്ടലായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ 3530 ബെഡ് ഹോസ്പിറ്റലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ക്ലിനിക്കൽ ഫെസിലിറ്റി ഒരിക്കലും ഒരു പ്രോബ്ലം ആവുകയില്ല. ഫർഗാനയെ സംബന്ധിച്ചിട്ട് ക്ലിനിക്കൽസ് എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ അല്ല. നമ്മുടെ നാട്ടിലുള്ള മെഡിക്കൽ കോളേജുകൾ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ കിട്ടുന്നത് പോലെ തന്നെയുള്ള ക്ലിനിക്കൽ ഫെസിലിറ്റി നമുക്ക് ഫർഗാനയിലുള്ള സ്റ്റുഡൻസിനും കിട്ടുന്നുണ്ട്. ഇവിടെ സെക്കൻഡ് ഇയർ മുതലാണ് ക്ലിനിക്കൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ നല്ല രീതിയിലാണ് എന്താണ് ക്ലിനിക്കൽസ് കാര്യങ്ങളെല്ലാം പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഈ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങിയായിരുന്നു. ഈ ഒരു കോളേജിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ്. എല്ലാ തരത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റുഡൻസിന് അക്കാഡമിക്കലി ആയാലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ കാര്യത്തിലായാലും അവരുടെ കൾച്ചറലായിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ കാര്യത്തിലായാലും എന്ത് ചെയ്യുന്നുണ്ട്, അതുപോലെ ഈ ഒരു കോളേജ് ഇവിടുത്തെ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്തുള്ള ഒരു ഏറ്റവും വലിയൊരു കാര്യം ഇവിടെ ഒരുപാട് ഇന്ത്യൻ ഫാക്കൽറ്റീസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻസിൻ്റെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഇവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേഷനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരുപാട് പേരുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു കൺസൾട്ടൻറ്റ് അവിടെ ഉണ്ട് എന്നതിനപ്പുറം ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 10ഓളം ഇന്ത്യൻ ഫാക്കൽറ്റികൾ ഉണ്ട് എന്നതാണ്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ ഇവിടുത്തെ ഗവൺമെൻറ് എംപ്ലോയീസാണ്. ഇവർക്ക് സാലറി കൊടുക്കുന്ന ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു കോളേജിലൊന്നും മാത്രമല്ല, ഇവിടെയുള്ള ഗവൺമെൻറ്റിൻ്റെ സൈഡിലായാലും ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവർക്ക് സ്റ്റുഡൻറ്റിൻ്റെ ആവശ്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്റ്റുഡൻസിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഫർഗാനയിൽ വരുന്നൊരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിട്ട് സ്റ്റുഡൻറ്റിൻ്റെ സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യമായാലും അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യമായാലും ഒരു കാര്യത്തിലും ഒരിക്കലും പാരൻസ് ടെൻഷൻ അടിക്കേണ്ടതായിട്ട് വരുന്നില്ല. പിന്നെ
എല്ലാ തവണയും സ്റ്റുഡൻസ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് സ്റ്റുഡൻസിനോടൊപ്പം നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ടാവും. സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഇവിടെ ഒറ്റപ്പെട്ടു പോകാനായിട്ട് പോകുന്നില്ല. കഴിഞ്ഞ വർഷം 4 തവണയായിട്ടാണ് സ്റ്റുഡൻസ് വന്നേക്കുന്നത്. ആ എല്ലാ സമയത്തും എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റുഡൻസിനോടൊപ്പം നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റുഡൻസിനെ പോലും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനായിട്ട് നമ്മൾ അനുവദിച്ചിട്ടുമില്ല. ഓക്കെ, സോ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിൽ 2024 സെപ്റ്റംബർ ഇൻടേക്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വിദേശത്ത് നിങ്ങൾ MBBS പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഫർഗാന പോലെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ചോയ്സ് എന്തായാലും നിങ്ങൾക്കിനി ലഭിക്കാനായിട്ട് പോകുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ ഉറപ്പായും കോൺടാക്റ്റ് ചെയ്യാവുന്നതുമാണ്.